അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണും. ഇതിന് വേണ്ടി 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇതെല്ലാം കൂടി 2-3 പ്രാവശ്യം തരിച്ചെടുക്കാം. ഇതിപ്പോൾ തരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി 5 കോഴിമുട്ട എടുത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് വെക്കാം. ഇത് നന്നായി പതയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്യാം. തരിച്ച് വെച്ച മൈദ ചേർത്തെടുക്കാം. ഇത് 2-3 തവണ ആക്കി ചേർത്തെടുത്താൽ മതി. രണ്ടാമത്തെ തവണ മൈദ ചേർക്കുമ്പോൾ 2 ടീസ്പൂൺ പാലും കൂടി ചേർത്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ടെടുക്കാം. ഇതിലും ബാക്കിയുള്ള പാലും കൂടി ചേർത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കേക്ക് ഇപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇതിലേക്ക് ക്രീം അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാം. ഞാനിപ്പോൾ ഈ കേക്ക് 6 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റാണ് ഗ്രേറ്റ് ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ 6 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യെല്ലോ കളറും വൈറ്റും കൂടിയാണ്